നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകർഷിതരാകുന്നവരാണ് ഇന്ന് കൂടുതലും. നിലവിലെ സാഹചര്യത്തിൽ മോദിയുടെ നയങ്ങളിൽ വിശ്വസിക്കുന്ന നേതാക്കളുടെ എണ്ണം കൂടുതലാണ്. കോൺഗ്രസ് പോലുള്ള പാർട്ടിയിലൊക്കെയും മോദി സ്തുതി പാടുന്നവരാണ് ഇന്ന് അധികവും. പ്രധാനമന്ത്രിക്ക് ഭാരതത്തോടുള്ള കരുതൽ തന്നെയാണ് ഇങ്ങനെ പല നേതാക്കളും ആകർഷിതരാകാനുള്ള കാരണവും. മറ്റുള്ള നേതാക്കൾ സ്ഥാനമാനങ്ങൾക്കായി പരസ്പരം പോര് കാണിക്കുമ്പോൾ ഭാരതത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനും അതിനായി മാത്രം പ്രവർത്തിക്കാനുമാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ഇപ്പോഴിതാ ആ ശ്രമങ്ങൾക്കൊക്കെ ഫലം കണ്ടു. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഭാരതത്തിലെ 88% ആളുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് വിശ്വസിക്കുന്നതെന്ന് ഒരു റിപ്പോർട്ട് പുറത്തുവന്നു. ദേശീയ മാധ്യമമായ ന്യൂസ് 18 നടത്തിയ സർവേയിലാണ് കണക്കുകൾ പുറത്തുവന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് മറുപടിയായി ഭാരതം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിലാണ് സർവേ നടത്തിയത്. 14,671 പേരിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത്. ദേശീയ സുരക്ഷയിൽ പ്രധാനമന്ത്രി സ്വീകരിച്ച നിലപാടിനോട് യോജിക്കുന്നുണ്ടോ എന്നതായിരുന്നു പ്രധാന ചോദ്യം. ഇതിന് പ്രധാനമന്ത്രിയോടൊപ്പം എന്നാണ് ഭൂരിഭാഗം ആളുകളും പ്രതികരിച്ചത്. കൂടാതെ സോഷ്യൽ മീഡിയയും നിരീക്ഷിച്ചാണ് സർവേ പുറത്തിറക്കിയത്. പ്രധാനമന്ത്രിയുടെ ശക്തമായ നിലപാടും ഉറച്ച തീരുമാനങ്ങളും ജനങ്ങളുടെ വിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചെന്ന് സർവേ റിപ്പോർട്ട്. രാജ്യത്തെയും ഭാരതീയരെയും സംരക്ഷിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ ഉറപ്പാണ് ഏവരുടെയും ആത്മവിശ്വാസത്തിന്റെ ആക്കം കൂട്ടിയത്. ഏതു ശത്രുവിനെതിരെയും പോരാടാനുള്ള മരക്കരുത്ത് തനിക്കുണ്ടെന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞു. പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷങ്ങൾ തുടർന്നപ്പോഴും തെല്ലും പുറകിലേക്ക് പോകാതെ ശക്തമായി നിലകൊള്ളുകയായിരുന്നു പ്രധാനമന്ത്രി. അതേസമയം കോൺഗ്രസിന്റെ MP ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളിൽ വിശ്വാസമർപ്പിച്ച് പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഇതിന്റെ വാർത്തകൾ ചൂടുള്ള ചർച്ചകൾക്ക് വിധേയമാകുന്ന സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സർവേ പുറത്തു വരുന്നത്. ഇതാണ് ശ്രദ്ധേയം. കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് നിരവധി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്താറുണ്ട്. അതൊക്കെ വിവാദങ്ങളായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് ശശി തരൂർ MP എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് അന്നും ഇന്നും ഒരുപോലെ നേതാവ് നിലനിർത്തുന്നുമുണ്ട്. കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് തരൂർ എപ്പോഴും രംഗത്തെത്താറുണ്ട്. COVID-19 കാലത്ത് വാക്സിൻ നയം ലോക നേതൃപദവിയിലേക്ക് ഇന്ത്യയെ ഉയർത്തി. നിർണായക സമയത്ത് മറ്റ് ലോകരാജ്യങ്ങൾ ചെയ്യാത്ത നിലയിൽ 100-ലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ വാക്സിൻ നൽകി സഹായഹസ്തം നീട്ടി. ഇതിലൂടെ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ വിശ്വസ്ത സുഹൃത്തായി മാറിയെന്നും ഇതുകൂടാതെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ നിലപാടും ഇന്ത്യൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ കരുത്തുമൊക്കെ ഇതിനോടകം തന്നെ തരൂർ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്താണെന്ന്, നരേന്ദ്രമോദി എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.